السلام عليكم ورحمة الله وبركاته. والصلاة والسلام على أشرف رسول الله وآل كل الصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബറിൽ സ്വാലിഹീങ്ങൾക്ക് നല്ല ആൾമാർക്ക് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ കിട്ടരംഗത്തെ നന്മകൾ ഏതെല്ലാം ഉണ്ട് ചെന്നിട്ടു രണ്ട് നിലക്ക് ഞങ്ങൾ പഠിച്ച മൂന്നാമതായിട്ട് കിട്ടേ നല്ല ആൾമാർക്ക് കിട്ടരംഗത്തെ അള്ളാഹുടെ ഒരു അനുഗ്രഹമായിട്ടിക്കണേ വയബഅത്തുല്ലാഹു മലക്കൈൻ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് മലക്കടെ കടത്ത് ആ മലക്കടെ വിശേഷണങ്ങൾ എന്തിനോ പലപ്പോഴും നമുക്ക് കേട്ടിട്ടിക്കുക അത് മറക്കോ തീരണം. അബ്സാറുഹുമാക്കൽ ബർഖിൽ ഖാതിഫ്, നിങ്ങൾ രണ്ട് കണ്ണ് നോക്കേണ്ടായെങ്കിൽ അടിച്ചു വീശരെ മിന്നൽ പോലെ മിന്നു പോലെ കാണുമ്പോൾ അത്രയും പേടിയാവും. അങ്ങ വായി തുറന്നിട്ട് നിങ്ങൾ മുണ്ടിയാറുണ്ടായെങ്കിൽ ആ മുണ്ടിയ ശബ്ദം വലിയ നിലക്ക് പേടിജനകമായെങ്കിലത്തെ ചെടിയിൽ പോലെ ചെടിയിൽ പറയുമ്പോൾ ഇത്ര ഒരു പേടിയുണ്ടാവിട ശബ്ദമുണ്ടാവിട അങ്ങനത്തെ ശബ്ദമാണ്. അതേപോലെ അങ്ങനെ ബായിയുടെ പല്ല് നോക്കേണ്ടായെങ്കിൽ പൈയുടെ കൊമ്പ് പോലെ കസ്വയാസ്വി പൈയുടെ കൊമ്പ് പോലെ ഇരിക്കുന്നത് അത്രയും ഒരു കാണുമ്പോൾ ഒരു പേടി അവിടെ പോലത്തെ ശൈലിയാണ്. അതേപോലെ അങ്ങ് ശ്വാസം എടുത്തേണ്ടായെങ്കിൽ ആ ശ്വാസം ഏതുപോലെ ആലിക്കത്തിര തീ പോലെ അത്രയും ഒരു പേടി അവിടെ ഉണ്ട്. അത് അങ്ങനെ മുടി അങ്ങ് നടക്കുമ്പോൾ അങ്ങ് മുടിയുടെ മേലെ നടക്കുക അത്രയും ഉദ്ധത്തെ മുടി രണ്ട് ചുമലിലുണ്ട് ഉള്ളെങ്കിലത്തെ മുടി അത് നിലത്ത് പോന്നിട്ട് നടക്കണേ അത്രയും ഉദ്ധത്തെ മുടിയായിരിക്കണേ. അങ്ങനെ കാണുമ്പോമേ ഒരു കിർഫം മനുഷ്യർക്ക് കാണുകയില്ല. റഹ്ഫത്ത് റഹ്മത്ത് അങ്ങനെ നിന്ന് ഊറപ്പെട്ട് ഇല്ല. അങ്ങനെ കാണുമ്പോൾ ഒരു കിർഫ ഒരു കാണുമ്പോൾ ഒരു കിർഫത്താകുമാറെ പോലെ കാണില്ല. അത്രയും ഒരു മുഖത്തിലേക്ക് കാണുമ്പോൾ ഇതായിരിക്കും. പക്ഷേ ഇല്ലാ ബിൽ മുഅ്മിനീൻ, നല്ല ആൾമാർക്ക് അള്ളാഹുവെ പേടിച്ച് ജീവിച്ച് പള്ളിയും നന്മയുമായി ബന്ധപ്പെട്ട് ജീവിച്ച് ഇങ്ങനത്തെ ഒരു നല്ലൊരു ജീവനം നടത്തിയ ആൾമാർക്ക് മാത്രം ഈ പേടിയ അതുപോലത്തെ അങ്ങനെ കൊണ്ടുള്ള ഒരു ഉപദ്രവങ്ങൾ എന്തും കിട്ടുകയില്ല. മുഅ്മിനീങ്ങൾക്ക് അങ്ങ് വളരെ എന്തായിരിക്കടാറ് കിർഫത്തിലും പിർസത്തിലും മുഅ്മിനീങ്ങളൊട്ടിക്കിടാറുണ്ടായിരിക്കട്. പേര് എല്ലാവരും കൊണ്ടുള്ളതായിരിക്കട് മുൻകറും നക്കീറും. മുൻകറും നക്കീറും ചൊല്ല പേര്. ഈ മുൻകർ നക്കീർ ചൊല്ലത് രണ്ട് മലായിക്കത്ത് മാത്രമാ അല്ലെങ്കിൽ മലായിക്കത്തിലെ കൂട്ടമാ. മുൻകർ ചൊല്ലൊരു കൂട്ട നക്കീർ ചൊല്ലൊരു കൂട്ട അങ്ങനെ ഒരു അഭിപ്രായങ്ങളെല്ലാം ഇമാമിങ്ങളുടെ ഉണ്ട്. ഏതാണെങ്കിലും മുൻകർ നക്കീർ ചൊല്ല ആ മലായിക്കത്ത് വേണ്ടാറ് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരെ കയ്യിലും വലിയൊരു അടിക്കടെ വലിയൊരു ദൊന്ന ഉണ്ടായിരിക്കട്. ഈ ദൊന്നയുടെ ലോകത്തുള്ള കോട്ടിക്കെട്ടുള്ള മനുഷ്യന്മാരും അതേപോലെ ജിന്നുകം കൂടി രണ്ടാൾ കൂടി ഒരുമിച്ച് കൂടിയെങ്കും അതിരെ ബഗ് പാട്ടകോ അല്ലെങ്കിൽ അത് അടിക്കോ തുടങ്ങിയെങ്കിൽ അതിരെ നിപ്പാട്ടകോ ആരെ കൊണ്ടും സാധ്യയില്ല. അങ്ങനത്തെ വലിയൊരു തൊന്നയായിട്ടാണ് പണ്ട്. എന്നിട്ട് ഈ മനുഷ്യരൊട്ടിಗೆ ചൊല്ലോ ഈ ജീലിസ് നീ ദയിച്ചൊന്നിട്ടു. അപ്പോൾ ഈ മനുഷ്യ കബറിൽ ദയിക്കട ഒരു ചോദ്യ ചെറിയ കബറു എത്രയിൽ എന്നെ ദയിക്കാവിടാണ്. ആ അഖിറ ചൊല്ല ലോക കബറ് ചൊല്ല ലോക അത് ദുനിയാവ് പോലെയല്ല. അതിരെ വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കൂ. അതൊക്കെ നങ്ങാക്കി കൊടുക്കൊണ്ടെന്തില്ല അതിരെ വ്യവസ്ഥ അങ്ങനെ വായിക്കിട്ട്. അപ്പോൾ കബറിൽ ഇങ്ങനെ ദയിക്കട് ഈ മനുഷ്യ ദയിക്കട ഈ സ്വാലിഹായ മനുഷ്യ ദയിക്കട. അപ്പോൾ കൊണ്ട് ഇട്ട കഫനെല്ലാം നടുക്കു കീഴ്പോട്ടുണ്ടായിരിക്കട്. അങ്ങനെ ഈ മുഅ്മിനായ സ്വാലിഹായ മനുഷ്യരൊട്ടിക്ക് അങ്ങ് കേൾക്കടാറ് മർ റബ്ബുക വമാ ദീനുക വമാ നബിയുക. ഫസ്റ്റ് ചോദ്യം
റബ്ബാറ്, നിന്റെ ദീനേത്, നിന്റെ നബിയാറ്. മുഅ്മിനായ മനുഷ്യ, നല്ല മനുഷ്യ അപ്പമേ ഉത്തരം കൊടുക്കടാ. അല്ലാഹു റബ്ബി വഹ്ദഹു ലാ ശരീക ലഹ് വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദുൻ നബിയ്യി വഹുവ ഖാതിമുൻ നബിയ്യീൻ. അല്ലാഹു റബ്ബ്, ഇസ്ലാമു ദീൻ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നബി, അത് അവസാനത്തെ നബി ആയിട്ട് എന്നിട്ട് ഉത്തരം കൊടുക്കടാ. കൊടുക്കുമ്പോൾ ഈ രണ്ട് മലായികത്തെ മുൻകറും നക്കീറ് ചൊല്ല മലായികത്ത് ചൊല്ലാറ്, സ്വതക്ത നീ ചെന്നത് ഭാരി സമായിട്, നീ നേർ ചൊന്നര അങ്ങനെ ചൊല്ലാറ്. എന്നിട്ട് അതിൽ പിന്നെ അങ്ങനെ ചോദ്യം, മാ ഹാദർ റജുലുല്ലദി ബുഇസ ഫീക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല കടത്തിയെങ്കത്തെ ഈ ആൾ ആറ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാട്ടിട്ടാണ് ചൊല്ലത്. ഞങ്ങൾ ജീവിതത്തിൽ നബി തങ്ങളെ കണ്ടില്ലെങ്കും നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ട് ജീവിച്ച കണ്ടായെങ്കിൽ ആ ടൈമിൽ കൊടുക്കുക ഉത്തര ഹു റസൂലുള്ളാഹ്, ഈ കാണ്ടത് അള്ളാഹിൻ്റെ പ്രവാചകരായിട്ടിക്കട്. ഒമാ ഇൽമുക്ക, നിങ്ങൾക്ക് എങ്ങനെ കൊന്തയിത്ത് ഇയാൾ നബി ചെന്നിട്ടു. ഖറഅതു കിതാബുല്ലാഹി ഫആമന്തു ബിഹി, അള്ളാഹുടെ ഗ്രന്ഥമായ ഖുർആനാണ് ഓതിയ അല്ലെങ്കിൽ ഓതുന്നതാണ് കേട്ടേ, എന്നിട്ട് അതിലുള്ള ആശയങ്ങൾ വിശ്വസിച്ച് അതുകൊണ്ട് ഇത് നബീൻ്റെ കൊന്തയിത്ത് ചെന്നിട്ടു. അപ്പോഴും സ്വതക്ത, നിങ്ങൾ ഭാര്യ നേർ ചെന്നറാറ് ചെന്നിട്ടു. ഈ മുഅ്മിനായ മനുഷ്യരൊട്ടിಗೆ അങ്ങ ഉത്തര ചൊല്ലാറുണ്ടായിട്ടിക്കട്. അതിൽ പിന്നെ ഖിബ്ല ഏത്, കഅബ, ഇതുപോലത്തെ ഒരു ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെല്ലാം നല്ലതുപോലെ ഉത്തരം കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് മലായികത്ത് ഒന്നാമത്തെ നിങ്ങളെ എന്തൊരു പരീക്ഷയിലെ പാസ്സായിട്ടാകുമ്പോൾ രണ്ട് ഖബറ് അഥവാ രണ്ട് ഭാഗത്തെ രണ്ട് മലായികത്തും എന്താക്കാറ്, ഊന്തുറാറ്. ഊന്തിയ ടൈമിലും ഈ ഖബറ് ബലിയായോണ്ട് പോണ്ട്, അകല വിട്ടുകൊണ്ട് പോണ്ട്. എത്ര അകല, എതിർഭാഗത്തിലും പെരുഭാഗത്തിലും അങ്ങനെ മേലും കീഴും 4-6 ഭാഗത്തിലും ഖബറ് ഫുൾ വിശാലായി പണ്ടുണ്ടായിട്ടുണ്ട്. ആ വിശാലത്തെ മുറ്റത്ത് ഖബറ് ചിലപ്പോൾ ആക്കുമ്പോൾ കാണുന്നില്ല. പക്ഷേ പണ്ടത്തെ സ്വാലിഹീങ്ങൾക്ക് ആ ഖബറിലായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കണ്ട് നോക്കി എത്രയോ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അത് ഞങ്ങൾ കാണുന്നില്ല. അത് എങ്ങനെ ചെന്നിട്ട് ആ ഒരു ലോകത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഊഹിക്കുകയുമില്ല. ആ മനുഷ്യർ അല്ലാഹു തആല ആക്കിക്കൊടുക്കടെ, സ്വാലിഹായ മനുഷ്യരാക്കി കൊടുക്കുന്ന വ്യവസ്ഥയായിരിക്കും. എന്നിട്ട് അല്ലാഹു ഈ രണ്ട് മലായിക ചൊല്ലാറ്, നിങ്ങൾ മേൽഭാഗം നിങ്ങൾ നോക്കോറുണ്ട്. ആ ടൈമിൽ മനുഷ്യ മേൽഭാഗം നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് സ്വർഗ ഓപ്പണായിട്ട് കണ്ട്, സ്വർഗ കാണ്ട്, അപ്പമേ സ്വർഗ കാണ്ട്. അപ്പം ഇങ്ങനെ ചൊല്ലാറ്, ഹാദാ മൻസിലുക, ഓ അള്ളാഹുടെ ഇഷ്ടപ്പെട്ട മനുഷ്യ, ഇത് നിന്റെ ആവായിട്ടിക്കട്. ഈ കാണ്ട സ്വർഗ നിക്ക് അള്ളാഹു ഒരുക്കി വെച്ച് ആവായിട്ടിക്കട്. എന്തുകൊണ്ടിട്ട് നിക്ക് അള്ളാഹു താല ഇതിൽ അവാക്കി തണ്ട്, ലിമ അത്വഅതല്ലാഹ, അള്ളാഹു ചൊന്നത് പ്രകാരം നീ ജീവിച്ചിര. ദുനിയാവുൽ നിന്റെ ജീവന റബ്ബ് ഇഷ്ടപ്പെട്ട പോലെ, റബ്ബ് ചെന്ന പോലെ ആയിട്ടിന്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ, തൻ്റെ ശരീരം ഏതൊരു അള്ളാഹുടെ അധികാരത്തിലുള്ളമാ ആ അള്ളാഹുടെ സത്യം പിടിച്ചിനാണ് ചൊല്ലെ. ഇതൊരു സംഭവം നടക്കുമ്പോൾ, ഇത്രയും ഒരു വിഷയങ്ങൾ നടക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടു ഖബർ വിശാലായിട്ട് സ്വർഗ കാട്ടിയിട്ട് ഇതിൻ്റെ അവാർഡ് ചൊല്ലുമ്പോൾ ഈ ഖബറാലിയായ സ്വാലിഹായ മനുഷ്യർക്ക് കിട്ടുന്ന സന്തോഷ, ആ സന്തോഷം നോക്കേണ്ടായെങ്കിൽ ഒരിക്കലും ആ സന്തോഷം തിരിച്ചു പോവല, ഒരിക്കലും തീരല. അങ്ങനത്തെ സന്തോഷമാണ് ഈ മനുഷ്യ കൊസിയാവിടെ. അപ്പം നബി വീണ്ടും ഈ മലായികത്തെ ചൊല്ലു, നിങ്ങൾ കീഴ്ഭാഗം നിങ്ങൾ നോക്കോറു. അങ്ങനെ കീഴ്ഭാഗം നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ വായിൽ നരകത്ത് ഓപ്പണായിട്ടുണ്ടോ, വായിൽ നരകത്ത് ഓപ്പണായിട്ടുണ്ടോ. ഈ മനുഷ്യ പേടിക്കുന്നവർക്കത്ത് എന്തിരവാവ നരകത്ത് നാ ബുൾഡമീത്തോ. അപ്പോൾ മലായികത്ത് ചൊല്ലു, നജൗത മിൻ ഹാദാ, നിങ്ങൾ ഇതിൽ നിന്നിട്ട് രക്ഷപ്പെട്ടാറ്, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാറ്, ഇത് നിങ്ങൾക്കില്ല. അപ്പോഴും ഇയാൾക്ക് ഒരു കൊസി കിട്ട് തീരാത്ത കൊസിയാണ്. അതിൽ പിന്നെ ഇയാൾക്ക് സ്വർഗത്തുകൊള്ളേ 77 ബായിൽ തുറങ്ങുന്നുണ്ടായിട്ട് തുറക്കിട്. 77 ബായ് ഓപ്പൺ ആവുട് സ്വർഗത്തുക്ക്.
ആ ബായിലിൽ നിന്നിട്ട് സ്വർഗത്തെ കാത്തുകൾ പണ്ട്, സ്വർഗത്തെ ആ കോൾഡുകൾ പണ്ട്, ഇങ്ങനെ സ്വർഗത്തെ അനുഗ്രഹങ്ങൾ ഓണ്ട് കബറുകൾ വന്നുകൊണ്ടിരിക്കോ. ഓണ് കബറിൽ നിന്നിട്ട് ഓണ്ട് അള്ളാഹു യാത്രയാക്കുന്നവർ തോറും ഈ കുസി ബറോ. ഇനിയും ഈ വിഷയങ്ങളെല്ലാം കണ്ടിട്ട് ആകാശത്തിൽ നിന്നൊരു വിളി കേൾക്കട്. അള്ളാഹു ഇങ്ങനത്തെ ഒരു അനുഗ്രഹം നൽകും, ഞങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിൽ അള്ളാഹു നൽകുമാറാകട്ടെ. ഇങ്ങനത്തെ ഒരു കുസിയായിട്ടിക്കട്, എന്തോ ഒരു സന്തോഷമായിട്ടിക്കട് ആയിട്ടില്ല. ഇതിൽ പിന്നത്തെ നാലാമത്തെ ഒരു കുസി, 3 കുസി ഞങ്ങൾ കേട്ടാ. ഈ നാലാമത്തെ ഒരു കുസി ഇത് കാണലോ ഇതാവലോട് കൂടെ എന്തായിട്ടിക്കട്, ആകാശത്തിൽ നിന്നിട്ട് ഒരു പ്രത്യേകമായ ബലിയായിട്ടിക്കട്. ഓൺ കുനിക വിരിച്ചു കൊടുക്കോറു. എന്തിരെ? സ്വർഗീയ വിരിപ്പുകൾ, സ്വർഗത്തെ എന്തായി ഒള്ളികളെ കൊണ്ട്, ബെഡ്ഷീറ്റുകളെ കൊണ്ട് നിങ്ങൾ ഓങ്ക് വിരിച്ചു കൊടുക്കോറോ. ഓണുകോ സ്വർഗീയ ഡ്രസ്സുകൾ കൊടുക്കോറോ, സ്വർഗത്തെ സെൻറ്റുകൾ നിങ്ങൾ ഓണക്ക് കൊടുക്കോറോ. എന്നിട്ട് ഓണ്ട് കണ്ണ് എത്ര നോക്കിയെങ്കിൽ കാണ്ട, എത്ര ദൂരം കാണ്ട. അവർ ശരിയായിട്ട് ഓണക്ക് വിശാലായിട്ടിരിക്കണം. ഓണ്ട് കണ്ണ് നോക്കിയേണ്ടായെങ്കിൽ എത്ര കാണ്ട, അത്രയും കണ്ണെടുത്ത് നിങ്ങൾ ആ കബറിനെ വിശാലമാക്കി കൊടുക്കോളൂ. ഞങ്ങളെ കണ്ണ് ഒരു ജാഗയിലിപ്പം നിൻ്റെ ഉണ്ടായെങ്കിൽ ഒരു കാലി ജാഗ അഡ്ഡ പർവ്വതങ്ങളോ ബിൽഡിങ്ങുകളോ മരങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ജാഗയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര ദൂരം കാണുക, എത്രയോ കിലോമീറ്ററുകൾ ദൂരം ഞങ്ങൾക്ക് കാണാൻ കൂടും. ഞാൻ കാണില്ല എത്രയോ ദൂരമുള്ളെങ്കിലത്തെ ഈ ചെറിയൊരു കണ്ണുകൊണ്ട് എത്ര ദൂരമുള്ള പർവ്വതത്തിന് അങ്ങ് നോക്കടാ, എത്ര ദൂരത്തിൽ നോക്കടാ, ആകാശത്തെ എത്ര കിലോമീറ്ററുകൾ ദൂരമുള്ളതെന്ന് അങ്ങ് നോക്കടാ. അപ്പം അതേപോലെ ഈ മനുഷ്യരെ കണ്ണ് കൊണ്ടിട്ട് നോക്കിയെങ്കിൽ എത്ര ദൂരം കാണ്ട, അത്രയും വിശാലമായിട്ട് ഓണ്ട് ഖബറ് നിങ്ങൾ ആക്കി കൊടുക്കോറോ ചെന്നിട്ടു ആകാശത്തിൽ നിന്നൊരു വിളിയായിട്ടിക്കട്. അങ്ങനെ ഓൺകു തുറക്കടെ ബായിൽ തലയുടെ ഭാഗത്തിലുമുണ്ട് കാൽ ഭാഗത്തിലുമുണ്ട് സ്വർഗത്തുകളുടെ ബായിൽ. അതിൽ പിന്നെ 5ാമത്തെ ഓണുകൊള്ള റിസുക്കായിട്ടിക്കട്. ആകാശത്തിൽ നിന്നൊരു വിളി വേണ്ട, അല്ല ഈ മുൻകർണക്കീര് ചൊല്ലെങ്കത്തെ ഇങ്ങമേ ചൊല്ലായിട്ടിക്കട്. നം കനൗം നൗം നൗമത്തിൽ അറൂസ് നം നൗമത്തൽ അറൂസ് ഫീ ഹജ്ലതിഹാ. ഒരു പുതിയ ആപ്പിള പെണ്ണുണ്ടെങ്കിൽ ഒരു പുതിയ പെണ്ണ് അങ്ങനെ ആ മങ്ങിലായ സാത്ത് കിട്ടെങ്കത്തെ അലങ്കരിക്കപ്പെട്ടെങ്കത്തെ കട്ടിൽ ഇണ്ടങ്ങനത്തെ ഉണ്ടാണ്ട് കൊന്തില്ല. പക്ഷെ പണ്ടെല്ലാം അങ്ങനെയായിട്ടിക്കട്. പുതിയ പെണ്ണുക്ക് ഒരു പ്രത്യേക കട്ടിലും ആ റൂമിൻ്റെ ചമയിക്കളും ആ കട്ടിലിൻ്റെ ചുറ്റുഭാഗത്തുള്ള പല ചമയിക്കളുകളും അതിലുള്ള ബെഡുകളും അതിലുള്ള തലകാണികളും അതൊരു വിശേഷപ്പെട്ടത് പണ്ടേ ആദത്തുള്ളൊരു വിഷയമാണ്. ഹദീസുകളിൽ അത് ധാരാളം അതിൻ്റെ വിഷയത്തെ പരാമർശങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ അലങ്കരിക്കപ്പെട്ട റൂമിലും ബെഡിലും ഒരു പുതിയാപ്പിള എങ്ങനെ വറങ്ങടാ, അല്ലെങ്കിൽ പെണ്ണുണ്ടെങ്കിൽ ഒരു പുതിയ പെണ്ണ് എങ്ങനെ വറങ്ങടാ, അത്രയും സുഖനിദ്ര അല്ലെ. ഒരു പുതിയാപ്പിളയുടെ വർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പെണ്ണിയുടെ വർക്ക് എങ്ങനെ ആയിരിക്കും, എത്ര സുഖനിദ്ര, എത്ര കൊസിയായിരിക്കോ. ആ ഒരു കൊസിയിൽ നീ എനിക്ക് അടക്കണോ ചെന്നിട്ടു ഇയാളിട്ട് ചൊല്ലു. ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായെങ്കിൽ ഇതൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കട്. പുതിയാപ്പിള പോലെ നീ പറഞ്ഞു ചെന്നിട്ടു ഈ മലായിക്കത്ത് ചൊല്ലത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കട്. ഇത് കിട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ ആ ഖബറിൽ ഒരേ ഒരു ശിക്ഷ ഈ മനുഷ്യക്ക് പറകില്ല, ഖബർ ആദാബ് ഈ മനുഷ്യക്കില്ല. ഇത് കണ്ടിട്ടാകുമ്പോൾ, ഈ കൊസിയെല്ലാം കണ്ടിട്ടാകുമ്പോൾ, ഇത്രയും സന്തോഷങ്ങൾ കണ്ടിട്ടാകുമ്പോൾ ഈ മനുഷ്യ ചൊല്ല്, അല്ലാഹുവേ ഖിയാമെന്നാൽ വേഗം നീ ഉണ്ടാക്കും റബ്ബേ, ഖിയാമെന്നാൽ വേഗം നീ ഉണ്ടാക്ക്. എന്നിട്ട് എൻ്റെ കുടുംബത്തങ്ങ എല്ലാവരും മുട്ടുകൂടിയിട്ട് ആ ഖിയാമെന്നാൽ കിട്ടണമെങ്കിൽ സുഖങ്ങളൊന്ന് ആസ്വദിച്ചിട്ട് ഞാൻ ജീവിക്കണേ. ഖിയാമത്തിലെ സുഖനൊക്കെ കിട്ടട്ടെ ചെന്നിട്ടോ ഈ സുഖങ്ങൾ നോക്കിയെങ്കിൽ ഈ മുഅ്മിനായ മനുഷ്യ അപ്പോളെ അള്ളാഹുറൊട്ടിയെ ദ്വാരക്കടാ. അത്രയും കുസി, ഇത്രയും പെട്ടെന്ന് ഖിയാമനാളായിട്ട് സുഖലോക സ്വർഗത്തിൽ കുടുംബത്തൊട്ടികനാണ് ജീവിക്കടാ ചെന്നിട്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹ ചൊല്ലു, ആയിഷ ഉമ്മറട്ടിയെന്നാണ് കേട്ട, അലാ തുഖ്ബിറു അൻ മഖ്ബൂലിന മാ യൽഖ, ഞങ്ങളിൽ നിന്നിട്ട് മരിച്ചുപോയ ആൾമാർ, അടക്കിയെങ്കിറ്റ ആൾമാർ, അങ്ങനെ സംബന്ധിച്ചിട്ടും അങ്ങ് അത് എന്തെല്ലാം അവിടെ ഉണ്ടെന്ന് ചെന്നു തരാമോ ഷോർട്ടായിട്ടുണ്ട് കേൾക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഇയാളൊരു മുഅ്മിനാണുണ്ടായെങ്കിൽ, അതിലൊരു നല്ല ആളുണ്ടായെങ്കിൽ ആ മനുഷ്യർക്ക് ഖബറ് എത്രയായിട്ടിക്കട്,
ഫസ്റ്റിಗೆ 40 ಮೊಳ വിശാല അവിടെ ഉണ്ടാണ് ആ ഹദീസിലുള്ള 40 ಮೊಳ. ഇന്നൊരു ഹദീസിലുണ്ടോ അയാളുടെ ഖബർ 70 ಮೊಳ എന്താ അവിടെ വിശാല ഉണ്ടായിട്ടിക്കട്. എന്നിട്ട് അയാളുടെ ഖബർ എത്രയായിട്ടിക്കട് 14 ജാവുകു അഥവാ പൗർണമി എന്തായിട്ടിക്കട് ചന്ദ്രൻ പൂർണ്ണമായിട്ടുള്ള ജാവുകു അതൊരു പ്രകാശ എത്ര സൗന്ദര്യമാണ്, അതൊരെത്ര കൊസിയ. അതേപോലത്തെ ആ പൗർണമിയുടെ കൊസി അല്ലേ. ജാവുടെ ടൈമിൽ 14ാമത്തെ ജാവു കിട്ടുമെങ്കിൽ ഒരു വെളിച്ചില്ലേ ആ ഒരു കൊസി, ആ ഒരു വെളിച്ച അതൊരു പ്രത്യേക ഒരു വെളിച്ചായിരിക്കും, ഒരു കൊസിയായിരിക്കും. അതുപോലെ അത്രയും ഒരു കൊസിയിൽ ഈ മനുഷ്യ ഖബറിലേക്ക് ചെന്നിട്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന വിഷയമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇനി ആണായിട്ട് ദോഷികളും തമ്മാടികളും കാഫിര്യങ്ങളും ഖബർ എങ്ങനെ നേരിടാറുള്ള വിഷയത്തിലും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ആഖിറ ചൊല്ലുമ്പോൾ ഖബർ ചൊല്ലുമ്പോൾ വെറും പേടി മാത്രമല്ല ഉള്ളേ, നല്ല നിലക്ക് ജീവിച്ചാൽ അത് സന്തോഷവും അതല്ലേ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി. ഖബർ ചൊല്ലിയത് ഒന്നിരിക്കലോ റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തെ പൂന്തോപ്പിൽപ്പെട്ടൊരു പൂന്തോപ്പായിട്ടിക്കട് ഒന്നോ, അതല്ലെങ്കിൽ ഹുഫ്റത്തും മിൻ ഹുഫറിൻ നാർ, നരകത്തെ ഗുളിയിൽ പെട്ടൊരു ഗുളിയായിട്ടിരിക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്നായിട്ടിക്കിടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒന്നവിടെ നന്മകൾ ഓൻ്റെ അമലും ഓൻ്റെ വിശ്വാസവും ഓൻ്റെ സ്വഭാവങ്ങൾ അതെല്ലാത്തിനും ഡിപ്പെൻഡായിട്ടിക്കട് ഖബറിന് ഈ സുഖങ്ങളും ഒന്ന് കിട്ടും. അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് നടക്കുമ്പോൾ അതാവായിട്ടിക്കട് കിട്ടുക. അപ്പം അതുകൊണ്ടിട്ടു ഏത് ടൈമിലും മുഅ്മിനീങ്ങളായ ഞങ്ങ ഇങ്ങനത്തെ സുഖം ആസ്വദിക്കുക വേണ്ടിയിട്ട്, ഈ ഒരു സുഖം കിട്ടുക വേണ്ടിയിട്ട് ദുനിയാവിൽ ഞങ്ങൾ എത്രമാത്രം ഈ ഒരു 40-50 വർഷത്തെ ജീവന പോയെങ്കിൽ ഒരു 70-80 വർഷത്തെ ജീവന, ഈ ഒരു ചുരുങ്ങിയ ജീവിതത്തെ ഞങ്ങൊന്നു അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് റബ്ബുടെ പേടിലായിട്ട് കളിച്ചു കൂട്ടിയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എത്ര കോടി വർഷം എത്ര ലക്ഷ വർഷം എങ്ങനത്തെ സുഖം അതുകൊണ്ട് കിട്ടുക അത് ചൊല്ലുകാവില്ല. കാരണം ഈ ഒരു സുഖം കിട്ടിയ സാധിക്കും മനുഷ്യരുടെ കയ്യാമെന്നാലേ ഇപ്പം അയമയാവുന്നത്. മനുഷ്യന്മാരായ ഞങ്ങമേ ഇപ്പം ദുനിയാവിൽ നിന്നിട്ട് കയ്യാമെന്നാലാ ചൊല്ലുമ്പോൾ പേടിക്കണം ഞങ്ങ. പക്ഷെ ഖബറിൽ കുസി കിട്ടുമ്പോൾ ഇപ്പമേ കയ്യാമെന്നാൽ കിട്ടിയിട്ട് ആ സ്വർഗത്ത് കുടുംബത്തൊട്ടിക്ക് ഞാൻ ജീവിക്കാൻ തന്നെ ആശിച്ചു കൊണ്ടാണ് അല്ലാഹു ഇങ്ങനത്തെ ഒരു ആസ്വാദനകളും ഇങ്ങനത്തെ ഒരു കുസികളും ഞങ്ങൾക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടങ്ങ ഞങ്ങളുമായി ബന്ധപ്പെട്ടങ്ങ ഞങ്ങളെ ഞങ്ങൾ പിരിസാക്കടങ്ങ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എല്ലാ സുഖങ്ങളും ഇതിനെക്കാണ്ടി വലിയ വലിയ സുഖങ്ങൾ ഹദീസിൽ ഇനിയുമുണ്ട്. അതെല്ലാം ഖബറിൽ എത്തിയ സാധികെ ആസ്വദിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ചുറ്റുഭാഗത്തിൽ നിസ്കാരങ്ങളും നോമ്പുകളും ആ ഖുർആൻ ഒത്തുകളും സ്വതക്കകളും എല്ലാം നിറയിടങ്കത്തെ ആ ഒരു ഖബറിൽ അല്ലാഹു ഞങ്ങളെ ഖബറാക്കി തരുമാറാകട്ടെ. അത് കാരണം ಅದಕ್ಕೆ ಬೇನ ಎಂದ್ರ ಸ್ವರಾಕು ಇನಿಯುಂಡ ಅದೆಲ್ಲ ಆಕುಗ ಅಲ್ಲಾಹು ನಮಗೆ ತೌಫೀಕ್ നൽകുമാറാകട്ടെ.